ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു വെക്കേഷൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ്. കെമിക്കൽ സയൻസസ് കെമിസ്ട്രി, നിങ്ങളുടെ സെറ്റ് കെമിസ്ട്രിയുടെ ഒരു 2 month സ്റ്റഡി പ്ലാൻ. അപ്പൊ വെക്കേഷൻ ആണ് വരുന്നത്. ഈ ഒരു വെക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ സിലബസ് മുഴുവനും കവർ ആക്കിക്കൊണ്ട് സിലബസിന്റെ ഒരു ധാരണ ഉണ്ട് എങ്കിൽ, ഏതൊക്കെ പോർഷൻസ് നിങ്ങൾ പഠിക്കണമെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, ഈ 2 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പക്കയാക്കാവുന്നതാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു സ്റ്റഡി സ്കെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഒരു പക്ക ടൈം ടേബിൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അറ്റ്ലീസ്റ്റ് 5 മണിക്കൂറെങ്കിലും, ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ്. നിങ്ങളിപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്നവരാണ് എങ്കിൽ, സ്റ്റുഡന്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, വെക്കേഷൻസ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടുന്നവരാണ് എങ്കിൽ ഡെയിലി ഒരു 5 മണിക്കൂർ, അല്ലാത്തവർ ഒരു 2 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ അതേ ദിവസം തന്നെ റിവൈസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആദ്യമേ എടുക്കുക. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എടുത്ത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തു, അത് പഠിച്ചതിന് ശേഷം ഉടനെ തന്നെ അത് റിവൈസ് ചെയ്യാനായിട്ടും മറക്കരുത്. മോർണിംഗ് അവേഴ്സ് നിങ്ങൾ കൂടുതലായിട്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഡിഫിക്കൽട്ട് ടോപ്പിക്സ് പഠിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് അവേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ ഉച്ച സമയം നിങ്ങൾ നമുക്ക് ട്രിക്സും, കാരണം ഒരു ഉറക്കം വരുന്ന സമയമാണ്, നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാവുന്നതും അതുപോലെയുള്ള ട്രിക്സ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതും ഒക്കെയുള്ള ടോപ്പിക്സ് സ്പെൻഡ് ചെയ്യാനായിട്ട്, ടോപ്പിക്സ് ഫോക്കസ് ചെയ്യാനായിട്ട് ഉച്ച സമയങ്ങളിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോർണിംഗിലും ഉച്ചയ്ക്കുമായിട്ട് നിങ്ങൾ മാക്സിമം പോർഷൻസ് കവർ ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ആ പഠിച്ച പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുത്ത് ഷോർട്ട് നോട്ടുകളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് വൈകുന്നേരങ്ങൾ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. ഒരു വെക്കേഷൻ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ഒരു പ്ലാൻ പറയുന്നത്. നിങ്ങൾക്ക് വെക്കേഷൻ ആണ് എന്നുള്ള രീതിയിൽ അല്ലാത്തവര്, അതായത് വർക്കിംഗ് ആയിട്ടുള്ളവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ പീരിയോഡിസിറ്റി, ബോണ്ടിങ്, ആസിഡ് ബേസ്, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, കോർഡിനേഷൻ കെമിസ്ട്രി, ലാന്തനൈറ്റ്സ്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, ന്യൂക്ലിയർ കെമിസ്ട്രി എന്നിവയാണ്. അതിൽ തന്നെ നിങ്ങൾ കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടത് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്നിവയാണ്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സും ലാന്തനൈറ്റ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഞാൻ ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക് 3ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇത്രയും പോർഷൻസ് നിങ്ങൾ ഈ ഒരു 2 മാസം കൊണ്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനോർഗാനിക്കിൽ ഞാനൊരു 11 ടോപ്പിക്, അനലിറ്റിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 11 ടോപ്പിക്കാണ് പറയുന്നത്. അപ്പൊ ആ 11 ടോപ്പിക്കില് കോർഡിനേഷൻ, ലാന്തനൈറ്റ്സ്, ഓർഗാനോമെറ്റാലിക്, ബയോ ഇനോർഗാനിക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കെമിക്കൽ പീരിയോഡിസിറ്റിയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടില്ല, എന്നാലും അത്യാവശ്യം പീരിയോഡിക് ട്രെൻഡ്സുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ബോണ്ടിങ്ങിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, ലൈക് ടേം സിമ്പിൾ വരാറുണ്ട്, ബോണ്ട് ഓർഡർ വരാറുണ്ട്, അപ്പോൾ കോൺഫിഗറേഷൻ എഴുതാൻ വരാറുണ്ട്. ആസിഡ് ബേസിൽ നിന്നും അങ്ങനെ റയർ ആയിട്ട് ചോദ്യം വരുന്നുണ്ട്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. 20 മാർക്കിനൊന്നും വരാറില്ല, എന്നാലും 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിന്ന് എന്ത് തരം സീരീസ് ആണ്, അതുപോലെ റേഡിയോ ആക്റ്റീവ് ഡീക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം, അതിനൊക്കെ ഫോക്കസ് ചെയ്യുക. മാക്സിമം PYQസും കൂടെ ചെയ്ത് പോവുക. ദെൻ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ, അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് കടല് പോലെ ഒരു ടോപ്പിക്കാണ്. സോ അത് കടലിലേക്ക് എടുത്ത് ചാടുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും, തീരാത്ത പോലെ ഇരിക്കും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ്, MCQs ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്, അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 11 പോർഷൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം വെക്കേഷൻ സ്റ്റഡി പ്ലാൻ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട്. ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വാണ്ടം കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, കൈനറ്റിക്സ്,
ഇലക്ട്രോ കെമിസ്ട്രി, ഗ്രൂപ്പ് തിയറി, സ്പെക്ട്രോസ്കോപ്പി, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, സോളിഡ് സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും നമ്മൾ ക്വാണ്ടം കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ഹക്കൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, 1D ബോക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, തെർമോഡൈനാമിക്സിലെ റിലേഷൻസ് എല്ലാം പഠിക്കുക, നെയിംഡ് ഇക്വേഷൻസ് പഠിക്കുക, മാക്സ്വെൽസ് റിലേഷൻസ് പഠിക്കുക, ഡെറിവേഷൻ പഠിക്കുക, കൈനറ്റിക്സിന്റെ പ്രോബ്ലം പഠിക്കുക, ഗ്രാഫുകൾ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. ഇലക്ട്രോ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ നെയിംഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്, പ്ലോട്ടുകൾ ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ സ്പെക്ട്രോസ്കോപ്പി വളരെ ഡെപ്തിൽ തന്നെ പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. CSIRന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് ഉപകാരം ചെയ്യും. ഗ്രൂപ്പ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും അത്തരത്തിലുള്ള പോർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളൊന്നും സെറ്റിന് വന്ന് കണ്ടിട്ടില്ല, പക്ഷെ വരാവുന്ന ഒരു ഏരിയ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. സോളിഡ് സ്റ്റേറ്റ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്ഥിരം കിട്ടുന്ന ഒരു ഏരിയ ആണ് സോളിഡ് സ്റ്റേറ്റ്. അതും അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ കൊളോയിഡ്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി നോക്കുക, ഇക്വിലിബ്രിയം നോക്കണം, പോളിമർ ഉണ്ട്, ഡേറ്റ അനാലിസിസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ആ ഒരു ഏരിയ നോക്കുക. ദെൻ സൊല്യൂഷൻ ആൻഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അതില് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ റെഫറൻസ് ആയിട്ട് കുര്യൻ ശർമ്മ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ക്വാണ്ടം കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, സ്പെക്ട്രോസ്കോപ്പി, ഗ്രൂപ്പ് തിയറി, ഇതിനായിരിക്കണം മെജർ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ദെൻ ഓർഗാനിക് കെമിസ്ട്രി വരുമ്പോഴത്തേക്കും അവിടെ അരോമാറ്റിസിറ്റി, റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്, നെയിം റിയാക്ഷൻസ്, റിയാക്ഷൻ മെക്കാനിസം അതിൽ വരുന്നതാണ്. നെയിം റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, ജനറൽ ആയിട്ടുള്ള കുറച്ച് ട്രെൻഡുകളും കാര്യങ്ങളും വരുന്ന ഒരു ഏരിയ ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ബോയിലിംഗ് പോയിന്റിന് ഉണ്ടാവുന്ന മാറ്റം, മെൽറ്റിംഗ് പോയിന്റിന് ഉണ്ടാവുന്ന മാറ്റം, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്, ഇത്തരത്തിലുള്ള ജനറൽ ട്രെൻഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ പെരിസൈക്ലിക് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരിസൈക്ലിക് റിയാക്ഷൻ നോക്കുക. ഫോട്ടോ കെമിസ്ട്രി നോക്കുക. ഹെട്രോസൈക്ലിക് കെമിസ്ട്രിയിൽ കാർഡ് അടച്ച് വെടിവെക്കേണ്ട ആവശ്യമില്ല. ഹെട്രോസൈക്ലിക് കെമിസ്ട്രിയിൽ പ്രിപ്പറേഷൻ ടെക്നിക്കുകളെ കുറിച്ചും പെർട്ടിക്കുലർ റിയാക്ഷൻസിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. ദെൻ സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രോസ്കോപ്പി അല്ല, സെറ്റിന് നോക്കുമ്പോൾ എല്ലാ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നും ചോദ്യം വരുന്നുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം സിലബസിനെ കുറിച്ച് നല്ലൊരു അറിവ് വേണം, ടോപ്പിക്സുകളെ കുറിച്ച് നല്ല അറിവ് വേണം. ആ ടോപ്പിക്സ് അത്യാവശ്യം ഒന്ന് കവർ ചെയ്തത് കൊണ്ട് തന്നെ അതിനോടൊപ്പം PYQs മാക്സിമം ചെയ്ത് തിയറി നല്ല രീതിയിൽ ബേസ് വരുത്തുക. അപ്പൊ ഈ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഇപ്പൊ നമുക്കൊരു 60 ദിവസത്തെ ടോപ്പിക്കിലാണ് എങ്കിൽ നമുക്കൊരു ഇനോർഗാനിക്കിന് ഒരു 20 ദിവസം, ദെൻ ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഒരു 20 ദിവസം, ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒരു 20 ദിവസം. അതിൽ തന്നെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഫുൾ ഒറ്റ സ്ട്രെച്ചിന് ഇനോർഗാനിക് കെമിസ്ട്രി 20 ആയിട്ട് എടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കാം, ഫിസിക്കലിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കാം, ഓർഗാനിക്കിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ അത് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും പഠിച്ചുകൊണ്ട് വൈകുന്നേരം ആ ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്ന ലെക്ചർ നോട്ട്സ് റിവൈസ് ചെയ്യാൻ അന്നന്ന് തന്നെയുള്ളത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് ഈ 2 മാസം യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, ശ്രമിക്കാം, നല്ല ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, PYQs നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഗൂഗിളിന്റെ ഒക്കെ സഹായങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. PYQs നല്ല രീതിയിൽ ഒതുങ്ങുക. വെറും സെറ്റിന്റെ PYQs മാത്രം ഒതുങ്ങി പോകരുത്. CSIR, നെറ്റ്, ടിഫർ, ഗേറ്റ്, മറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള എൻട്രൻസ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു പഠനമാണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സെറ്റ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വൺസ് എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട്, നിങ്ങൾ ഈവൻ PYQ ചെയ്യുമ്പോൾ പോലും നിങ്ങൾ എക്സാമിന് എഴുതുന്ന പോലെ തന്നെ വേണം അത് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് അത് മനസ്സിലാക്കുക, കൃത്യമായിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമയം എടുക്കുന്നത് നിങ്ങൾ നോക്കുക. കാരണം നമുക്ക് 120 ചോദ്യമാണ്, ഇത്ര മണിക്കൂറേ ഉള്ളൂ. സോ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെട്ടെന്ന് ആൻസർ എത്തുന്ന രീതിയിലേക്ക് പഠിക്കുക. നന്നായിട്ട് ഷുവർ ആവുമ്പോൾ ആൻസർ ചെയ്യുക. കറക്കി കുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നിങ്ങളുടെ പഠനത്തിൽ മാക്സിമം ഷോർട്ട് കട്ടുകളും ഡയഗ്രാംസും യൂസ് ചെയ്യുക.
നിങ്ങൾക്ക് ജാർഗൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഷോർട്ട് കട്ടും ട്രിക്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠനം നടത്തേണ്ടതാണ്. ടോസ് അക്കാഡമിയിൽ തന്നെ പല മെമ്മറി ട്രിക്സ് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുകൊണ്ട് അവിടെ നമ്മുടെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടിനെ ഒക്കെ ഒന്ന് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്താവുന്നതാണ്. അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. കഴിവതും ഓൺലൈൻ ക്വസ്റ്റ്യൻസ് സീരീസ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഒരു എക്സാം എഴുതുന്ന അതേ ലാഘവത്തോടുകൂടി നിങ്ങൾ ലാഘവമല്ല, അതേ സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ എന്താണ് മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ഒരാഴ്ച പഠിച്ചതിന് ശേഷം ഒരാഴ്ചയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒരു PYQ എടുത്ത് ഒന്ന് പക്ക മോക്ക് എക്സാം പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ഒരു സെറ്റ് പരീക്ഷയ്ക്ക് പോയി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ അത്രയും മണിക്കൂർ ഇരുന്നു കൊണ്ട് അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ബബിൾ ഒക്കെ ചെയ്തൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗസ് വർക്ക് ഈവൻ നെഗറ്റീവ് ഇല്ല എങ്കിൽ പോലും ഗസ് വർക്ക് ഒഴിവാക്കി പക്ക ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. കാരണം നമ്മൾ മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗസ് വർക്ക് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അപ്പൊ മോക്ക് ചെയ്യുമ്പോൾ ഗസ് വർക്ക് അല്ല, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. വൺസ് എക്സാം മെയിൻ എക്സാം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗസ് വർക്ക് ചെയ്യാം, കാരണം നെഗറ്റീവ് ഇല്ലാത്ത പരീക്ഷയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഗസ് വർക്ക് ഒഴിവാക്കുക. അപ്പൊ ഈ ഒരു 2 മാസം ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്തിയാൽ ഉറപ്പായിട്ടും സെറ്റ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. ടോസ് അക്കാഡമിയിൽ സെറ്റിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്ങുകൾ ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ബോട്ടണി, സോളജി, ഇക്കണോമിക്സ്, മലയാളം എന്നീ വിഷയങ്ങളുള്ള സെറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. സോ ഈ ഒരു 2 month സ്റ്റഡി പ്ലാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ടോസ് അക്കാഡമി ആശംസിക്കുന്നു. താങ്ക്